ഇന്ന് നമ്മൾ 7th സ്റ്റാൻഡേർഡിലെ പേജ് നമ്പർ 26 കണക്കാണ് ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. ഒരു ഇരുമ്പു കട്ടയുടെ ഭാരം 1/4 കിലോഗ്രാമാണ്. ഇത്തരം 15 കട്ടകളുടെ മൊത്തം ഭാരം എത്ര കിലോഗ്രാമാണ്? 16 കട്ടകളുടെയോ? അപ്പോൾ ഒരു ഇരുമ്പു കട്ടയുടെ ഭാരം 1/4 കിലോഗ്രാം. അങ്ങനെയുള്ള 15 കട്ടകൾ. അപ്പം ഗുണിക്കണം 15 കൊണ്ട്. അപ്പോൾ 1/4 ഗുണിക്കണം 15 എന്താണ് ചെയ്യുക? 1 × 15. 1 × 15 15. 15/4. 15/4 എന്ന് പറഞ്ഞാൽ 15-ൽ എത്ര 4 പോവും? 3. 3 4 12. 12 കഴിച്ച് 3 ബാക്കി. 3/4. 3/4. 3/4 കിലോഗ്രാം ഉണ്ടാവും. അടുത്ത 16 കട്ടകളുടെയോ? അപ്പോൾ 1/4 × 16. അപ്പോൾ 16 ഇത് മേലെ മാത്രമാണ് ഗുണിക്കേണ്ടത്. 1 × 16. 16/4. 16-ൽ എത്ര 4 ഉണ്ട്? 4 4 16. അപ്പം 4 കിലോഗ്രാം. ഒന്നാമത്തെ കണക്ക്. രണ്ടാമത്തെ കണക്ക് നോക്ക്. 2 മീറ്റർ നീളമുള്ള കുറേ കമ്പികൾ ഓരോന്നും ഒരേ നീളമുള്ള 5 ഭാഗങ്ങളായി മുറിച്ചു. ഓരോ കഷ്ണത്തിൻ്റെയും നീളം എത്ര മീറ്ററാണ്? 4 കഷ്ണങ്ങളുടെ ആകെ നീളം എത്ര മീറ്ററാണ്? 10 കഷ്ണങ്ങളുടെയോ? 2 മീറ്റർ നീളമുള്ള കമ്പിയാണ്. അത് 5 ഭാഗങ്ങളായി മുറിച്ചു. 5 ഭാഗങ്ങളിലെ കുറേ കമ്പികൾ, 2 മീറ്റർ നീളമുള്ള കുറേ കമ്പികൾ ഓരോന്നും ഒരേ നീളമുള്ള 5 ഭാഗങ്ങളായി മുറിച്ചു. അപ്പോൾ 2 മീറ്ററിനെ ഒരേ നീളമുള്ള 5 ഭാഗങ്ങളായി എന്ന് പറയുമ്പോൾ 2/5 ഒരു ഭാഗം കിട്ടുക. 2 മീറ്റർ നീളമുള്ള കമ്പി 5 ഭാഗങ്ങളായി മുറിച്ചു. അപ്പോൾ ഒന്നിൻ്റെ നീളം 2/5 ആയിരിക്കും. ഓരോ കഷ്ണത്തിൻ്റെയും നീളം എത്രയാണ്? 2/5 മീറ്റർ. 4 കഷ്ണങ്ങളുടെ ആകെ നീളം എത്രയാണ്? ഒരു കഷ്ണം 2/5. അപ്പം 4 കഷ്ണം 2/5 × 4. അപ്പോൾ 8/5. 8-ൽ 5 ഒരു പ്രാവശ്യം. ബാക്കി 3. 3/5. 3/5 മീറ്റർ. 4 കഷ്ണങ്ങളുടെ. 10 കഷ്ണങ്ങളുടെയോ? 2/5 × 10. 20 20. 20/5. 20-ൽ 5 4. 4 5 20. 4 മീറ്റർ. 10 കഷ്ണങ്ങളുടെ നീളം 4 മീറ്റർ. ഇനി മൂന്നാമത്തെ കണക്ക് നോക്ക്. 5 ലിറ്റർ പാൽ ഒരേപോലെയുള്ള 6 കുപ്പികളിൽ നിറച്ചു. ഓരോ കുപ്പിയിലും എത്ര ലിറ്റർ പാലുണ്ട്? 3 കുപ്പികളിൽ ആകെ എത്ര ലിറ്റർ പാലുണ്ട്? 4 കുപ്പികളിലോ? അപ്പോൾ 5 ലിറ്റർ പാല്. 5 ലിറ്റർ പാല് 6 കുപ്പികളിൽ നിറച്ചു. അപ്പോൾ ഒരു കുപ്പിയിൽ 5/6. 5 ലിറ്റർ പാല് 6 കുപ്പികളിൽ നിറച്ച ഒരു കുപ്പിയിൽ 5/6. 3 കുപ്പികളിലോ? 5/6 × 3. 15/6. 15/6 എന്ന് പറയുമ്പോൾ 15-ൽ 6 2 പ്രാവശ്യം. ബാക്കി 3. 3/6. അപ്പോൾ 2 3/6 ഒന്നും കൂടി ലഘൂകരിക്കാലോ. ഒരു 3 3 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 3 ഒരു 3 3 2 3 6. അപ്പോൾ 2.5 ലിറ്റർ. പിന്നെ 4 കുപ്പികളിലോ? 5/6 × 4. അപ്പം 4 5 20/6. 20-ൽ 6 3 6 18 കഴിച്ച് 2. 2/6. അപ്പോൾ 3 2/6-നെ 2 കൊണ്ട് ഹരിച്ചാൽ ഇവിടെയും 2 കൊണ്ട് ഹരിക്കുക, ഇവിടെയും 2 കൊണ്ട് ഹരിക്കുക.
ഒരു പ്രാവശ്യം, 6ൽ 2 3 പ്രാവശ്യം. 3 1/3 ലിറ്റർ. ഓക്കെ.